ഹായ്, കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു വ്ളോഗാണ്. ഇത്തവണ ഞാൻ അമ്മയുടെയും മക്കളുടെയും പിന്നെ എൻ്റെ ഒരു കസിൻ്റെയും കൂടെ ഉള്ളൊരു യാത്രയാണ്. തീരെ എക്സ്പെക്റ്റഡ് അല്ലാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ജേണിയാണിത്. അന്നാണെങ്കിൽ നല്ലൊരു മഴയും. ഒരുപാട് നാൾ അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവിടുത്തെ വലിയ പഴുക്ക എന്നൊരു പൂജയ്ക്കാണ് എനിക്ക് അവിടെ എത്താനും പറ്റിയത്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ നേറ്റീവ് പലർക്കും അറിയില്ലായിരിക്കും. ഞാൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ പാറശാലയിലുള്ള കുഴുത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ നാട് വരുന്നത്. അവിടെയുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമല്ല, വലിയ പടുക്ക എന്ന് പറഞ്ഞൊരു ചടങ്ങിനാണ് ഞാൻ എത്തിയത്. അതും ഞാനിവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനവിടെ എത്തിയപ്പോൾ തന്നെ നൈറ്റ് 9 അടുപ്പിച്ചായിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിൽ ചെല്ലാനും തൊഴാനും അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി അവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാനും എൻ്റെ ഒരുപാട് റിലേറ്റീവ്സിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനും സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസം കൂടെയായിരുന്നു അന്ന്. ഇതെടുത്തിട്ട് 2 ദിവസമായി. എനിക്ക് എഡിറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ട് ഇടുന്നത്. എപ്പോഴത്തെയും പോലെ മെമ്മറീസ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളതാണല്ലോ. അതേപോലെ എൻ്റെ നേറ്റീവിനെ കുറിച്ചും എൻ്റെ അമ്പലത്തിനെക്കുറിച്ചും നിങ്ങളോടൊക്കെ കാണിക്കാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ അമ്പലമാണ്. ചെറിയ അമ്പലങ്ങൾ ഭയങ്കര പവർഫുൾ ആണെന്ന് പറയും പോലെ നമ്മളുടെ എല്ലാവരുടെയും എത്രയൊക്കെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അത് പൂർത്തിയാകൂ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുമെന്നും ഇനി അങ്ങോട്ട് എല്ലാം പോസിറ്റീവ് ആയിരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയാണ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നതിൽ എല്ലാവരും ഞങ്ങളുടെ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. റിലേറ്റീവ്സിനെ കണ്ട സന്തോഷവും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ ആഘോഷത്തിലുമാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്ന്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമുക്ക് റിലേറ്റീവ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള സമയമാണ്. അങ്ങനെ ഞാൻ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കുടുംബദേവതയുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 10:30-11 അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ എല്ലാവരോടും കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുഞ്ഞമ്മമാരോടും റിലേറ്റീവ്സിനോടും അവിടെ വെച്ച് കണ്ട ഒരുപാട് നാളത്തെ ശേഷത്തെ പരിചയങ്ങളെല്ലാം പുതുക്കിയവരോടും എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ബൈപ്പാസ് വഴിയാണ് വന്നത്. ബൈപ്പാസ് വഴി വന്നതുകൊണ്ട് ഹാർഡ്ലി ഒരു 45 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ തിരിച്ചു വരാനായിട്ട്. അങ്ങനെ എൻ്റെ അൺഎക്സ്പെക്റ്റഡ് കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ മെമ്മറീസ് ആയിട്ട് കീപ്പ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.